ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറ്റ് അരീന. വരുന്ന 23-ാം തീയതിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ അടുത്ത മത്സരം കളിക്കുക. എതിരാളികൾ മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് CSK നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെന്നൈയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 3 അപ്ഡേറ്റുകൾ ക്രിക്ക് ബസ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ആയുഷ് മാത്രയ്ക്ക് പരിക്കേറ്റിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് മത്സരങ്ങൾ നഷ്ടമാകും എന്നുള്ള കാര്യം ക്രിക്ക് ബസ് ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്നാണ് സ്കാനിങ്ങിന് വിധേയനാവുക എന്നുകൂടി ക്രിക്ക് ബസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് ഒരു പകരക്കാരന് വേണ്ടി അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഖലീൽ അഹമ്മദിന്റെ പകരക്കാരന് വേണ്ടിയുള്ള അന്വേഷണങ്ങളാണ് പുരോഗമിക്കുന്നത്. നേരത്തെ ഹൈദരാബാദിൽ വെച്ചുകൊണ്ട് CSKയുടെ ക്യാമ്പിൽ ബൗൾ ചെയ്യാൻ വേണ്ടി ആകാശ് മധുവാൾ വന്നിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു താരം കൂടി അതിന്റെ ഭാഗമാവാൻ പോവുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മുംബൈയിൽ വെച്ചുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിൽ ട്രയൽ നടത്താനുള്ള ഒരുക്കത്തിലാണ് രാജ് വർദ്ധൻ ഹങ്കരേക്കർ. അദ്ദേഹവും ഇപ്പോൾ ട്രയൽ നടത്താനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ CSKയുടെ ഭാഗമായ ഒരു ബൗളിംഗ് ഓൾറൗണ്ടർ ആണ് ഇദ്ദേഹം. റൈറ്റ് ആം മീഡിയം പേസർ ആണ് ഇദ്ദേഹം. 2023-ൽ CSKക്ക് വേണ്ടി രാജ്വർദ്ധൻ അരങ്ങേറ്റം നടത്തിയിരുന്നു. 1.5 കോടി രൂപയായിരുന്നു അന്ന് അവർ ചിലവഴിച്ചത്. 2 മത്സരങ്ങളിൽ നിന്ന് 3 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തി. പക്ഷെ പിന്നീട് CSK അദ്ദേഹത്തെ നിലനിർത്തിയില്ല. പിന്നീട് LSG അദ്ദേഹത്തെ സ്വന്തമാക്കുകയായിരുന്നു. ഏതായാലും അദ്ദേഹം ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ട്രയൽസിൽ പങ്കെടുക്കുകയാണ് എന്നുള്ള ഒരു വിവരം കൂടി ക്രിക്ക് ബസ് നൽകിയിട്ടുണ്ട്. ഏത് താരത്തെയാണ് ഖലീലിന് പകരം CSK ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ധോണിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് കൂടി ക്രിക്ക് ബസ് നൽകിയിട്ടുണ്ട്. ധോണി മുംബൈയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം മുംബൈ ഇന്ത്യൻസിനെതിരെയുള്ള മത്സരത്തിൽ കളിക്കുമോ എന്ന കാര്യത്തിൽ യാതൊരുവിധ ക്ലാരിറ്റിയും ഇല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയാണ് CSK കളിക്കുക. അത് ഏപ്രിൽ 26-ാം തീയതിയാണ്. ആ മത്സരത്തിലെങ്കിലും ധോണി തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.